കൂട്ടുകാരെ, പ്രകൃതിയുടെ ഔഷധമായാജാലം. ഈ ചെടി കണ്ടു, ആനച്ചുവടി. ഇത് തോട്ടത്തിലും വളപ്പിലൊക്കെ നമ്മുടെ ചുറ്റും നിലം പറ്റി തണലിൽ വളരുന്നൊരു ചെടിയാണ്. ഇത് നിലം പറ്റിയാണ് വളരുന്നതെങ്കിലും ഇത് കുറച്ച് വളർച്ചയാവുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നൊരു തണ്ട് നീളത്തിൽ വളർന്നിട്ട് അവിടെ ഇല വരുന്നതായിട്ട് കാണാം. ഇത് പല രോഗങ്ങൾക്കും ഔഷധമാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, ക്യാൻസർ, അർസസ് അതായത് മൂലക്കൂര് മൂലമുണ്ടാകുന്ന ബ്ലീഡിങ്, മുഴ, ഹൃദയരോഗം, ക്യാൻസർ, അതുപോലെ വിഷത്തിന്, അലർജിക്ക്, മൂത്രരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ അതായത് മൂത്രക്കടച്ചിൽ, മൂത്രപ്പഴുപ്പ്, ഇങ്ങനെയുള്ള പലവിധ അസുഖങ്ങൾക്കും ഇത് മരുന്നാണ്. പക്ഷെ പ്രമേഹമുള്ളവർ ഇത് തുടർച്ചയായി കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ആഹാരം ക്രമീകരിക്കേണ്ടതുണ്ട്. കാരണം ഇത് കുറയാൻ സാധ്യതയുണ്ട്. പ്രമേഹത്തിന് ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്. അതായത് ഇത് 11-21 ദിവസം നമ്മൾ തുടർച്ചയായി കഴിക്കുമ്പോൾ. ഇത് ഹൃദ്രോഗത്തിനും ക്യാൻസറിനൊക്കെ തുടർച്ചയായി നമുക്ക് കഴിക്കാം. ഇതിൻ്റെ ഇലയിലും വേരിലാണ് ആരോഗ്യ രഹസ്യം ഇരിക്കുന്നത്. തണ്ടും ഇന്ന് ഞാൻ ഒരു ചെടി കിട്ടിയത് കൊണ്ട് ഞാനത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്തത്. കാരണം 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് വെള്ളമാക്കി അരിച്ച് തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്തത്. അത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. പക്ഷെ ഇത് കഴിക്കേണ്ട വിധം, ഇത് ഇലയും വേരൊക്കെ നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുത്ത് ഉരുളയാക്കി 10 ഗ്രാം തൊട്ട് 20 ഗ്രാം വരെ, മാക്സിമം 20 ഗ്രാം വരെ കഴിക്കാം വെറും വയറ്റിൽ. അതുപോലെ രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പായിട്ടും ഇത് കഴിക്കാം. ഇതുപോലെ തന്നെ ഈ ഇലയും വേരൊക്കെ അനേകമുള്ള സ്ഥലത്താണെങ്കിൽ വേനൽക്കാലത്ത് ഇത് ലഭ്യമല്ല. അപ്പോൾ ഈ മഴക്കാലത്ത് അതുപോലെ ബാക്കിയുള്ള സീസണിൽ ലഭ്യമാവുന്ന സമയത്ത് അത് പറിച്ചെടുത്ത് നിഴലിൽ ഉണക്കണം. നിഴലിലാണ് ഉണക്കേണ്ടത്. വെയിലത്ത് ഉണക്കിയതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിന് എലിഫൻറ്റോപസ് സ്കേബർ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് നല്ല ഔഷധമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിസ്സാരക്കാരനല്ല, തള്ളിക്കളയരുതെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഹൃദ്രോഗത്തിനും ക്യാൻസറിനൊക്കെയുള്ള ഔഷധ ശക്തിയുള്ള സസ്യം എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരനല്ല. അപ്പോൾ ഇത് കഴിക്കുക. ഇതെവിടെ കിട്ടിയാലും വിടരുത്. ഞാൻ വെള്ളം തിളപ്പിച്ച് കുടിച്ചു ഇന്ന്. പക്ഷേ ഇത് കഴിക്കേണ്ട വിധം, ഇത് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെക്കുക. ഈ ചൂർണം, ഈ പൊടി 1/2 ടീസ്പൂണിൽ തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുക. അതുപോലെ തന്നെ രാത്രി ഭക്ഷണത്തിന് മുമ്പും തേൻ ചേർത്ത് ലേഹ്യം അത് കഴിക്കുക. അല്ലെങ്കിൽ ഈ വെണ്ണ പോലെ അരച്ചെടുത്ത് അത് ഉരുള പോലെയാക്കി അതും കഴിക്കാം. അപ്പോൾ 2 നേരമായിട്ട് അത് കഴിക്കാം. തുടർച്ചയായിട്ട് കുറച്ച് ദിവസം 11-21 ദിവസമൊക്കെ ആയിട്ട് കഴിക്കാം. പ്രമേഹമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, പരിസരത്തുണ്ട്. നമ്മളത് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നത് കൊണ്ടാണ് നമ്മൾ പല രോഗങ്ങളും ഇങ്ങനെ വരുത്തി വയ്ക്കുന്ന കെമിക്കലൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ പരീക്ഷിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അനേകം ഔഷധ സസ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ